ഇന്നലത്തെ കളിയിൽ റൊണാൾഡോനെ കളിയാക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് മെസ്സി അർജന്റീന ഫാൻസിനോടാണ്. ഇതേ അവസ്ഥയാണ് നിങ്ങൾക്കും കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. 2022 സൗദി അറേബ്യനൊപ്പമാണ് നിങ്ങൾ തോറ്റുപോയത്. അത് നിങ്ങൾ ചിന്തിക്കണം. അതേ അവസ്ഥ പോർച്ചുഗലിനും വന്നുകൂടാന്നില്ലല്ലോ. 75% ബോൾ കയ്യിലുണ്ടായിട്ടും ഗോൾ പോലും അടിക്കാൻ ഗോൾ മാത്രമേ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാലും സമനില നേടി. ഇന്ന് കുറേ നിങ്ങൾ ബ്രസീൽ ഫാനെല്ലാം ആഗ്രഹിക്കുന്നത് പോർച്ചുഗൽ പൊട്ടണമെന്നാണ്. പക്ഷേ 2022 കഥ ഓർമ്മിച്ച് നോക്കൂ. 2022 ആദ്യ മത്സരമാണ് മെസ്സി അർജന്റീന ഫാൻസ് തോറ്റത്. അതേ അവസ്ഥയല്ല, അതിന് തുല്യമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇന്ന് സ്കൂളിൽ പോയപ്പോൾ റൊണാൾഡോ ഫാൻസിനെ കളിയാക്കുന്നത് കണ്ടു. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ കളി മെസ്സി സൗദി അറേബ്യനൊപ്പമാണ് തോറ്റുപോയത്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റൊണാൾഡോ തിരിച്ചു വരും, കംബാക്ക് ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മെസ്സിക്കുണ്ടല്ല എല്ലാവരും കൃത്യമായി പാസ് കൊടുത്തി. പക്ഷെ റൊണാൾഡോ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും പാസ് റൊണാൾഡോക്ക് കിട്ടിയത് കുറവാണ്. അത് റൊണാൾഡോക്ക് പാസ് കിട്ടിയത് കുറവാണ്. മെസ്സിനെ സഹതാരങ്ങളെല്ലാം സഹായിച്ചു, പക്ഷെ ഇവർ സഹായിച്ചിട്ടില്ല റൊണാൾഡോ. അതുകൊണ്ട് മാത്രം കേട്ടാ അത് പറഞ്ഞേക്കാം. അതുകൊണ്ട് മാത്രമാണ് റൊണാൾഡോ ഇന്നലെ പോർച്ചുഗൽ സമനിലയായി എത്തിയത്. റൊണാൾഡോൻ്റെ ഫോം ഇല്ലായ്മയാണ് ഇതിന്. പാസ് കൊടുക്കണ്ടേ, പാസ് രണ്ടെണ്ണം കിട്ടി ബോക്സിന്, പക്ഷെ അത് ഇത് കിട്ടിയിട്ടില്ല റൊണാൾഡോക്ക്. പിന്നെ ഒരു ബൈസൈക്കിള് അടിക്കാൻ നോക്കി, അവിടെ വീണുപോയി. അതിനെല്ലാം എന്തെല്ലാം പറയുന്നത് റൊണാൾഡോ വീണതിന്. ഇത് ആരെയും വെറുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇപ്പം ഞാനൊരു കഥ പറയാം. ഒരിക്കൽ അച്ഛനും മകനും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. മകൻ ചോദിക്കുന്നു ഇതെന്താ? മരങ്ങൾ കണ്ടിട്ട് മകൻ ചോദിക്കുന്നു ഇതെന്താ സംഭവം, ഇതെന്താ അച്ഛാ? ട്രെയിൻ കണ്ടിട്ട് ഇതെന്താ അച്ഛാ? അപ്പോൾ അവിടെ ഉണ്ടായ ജനങ്ങൾ ചിരിച്ചു. ട്രെയിനിലുണ്ടായിരുന്ന ജനങ്ങൾ ചിരിച്ചു, പരിഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അന്നേരം മകന് 23 വയസ്സായിരുന്നു. നിങ്ങളുടെ മകൻ എത്ര വയസ്സെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു മകന് 23 വയസ്സായി എന്ന്. അന്നേരം ആരാധകർ നല്ലോണം ചിരിച്ചു. അവരുണ്ടായ ജനങ്ങൾ നല്ലോണം ചിരിച്ചു. പിന്നെ ജനങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ മകനെ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? നിങ്ങളുടെ മകനെ നിങ്ങൾ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അവൻ ഇന്നാണ് എല്ലാം കാണുന്നത്. അപ്പോൾ ഇത്ര വർഷം അവന് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇൻസൾട്ടാക്കിയവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതിൽ നിന്ന് പഠിക്കുന്നത്, ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ കളിയാക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം.
ആരായാലും ഒന്ന് ആരെയായാലും ഒന്ന് ആലോചിച്ച് നോക്കണം, ചിന്തിച്ച് നോക്കണം, ചോദിച്ചു നോക്കണം.